ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഞാനും ശിവലേട്ടനും എമിയോളും രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. കാരണം ഉച്ചയൊക്കെ ആകുമ്പോൾ പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, നമുക്കിങ്ങനെ അടുക്കാനേ പറ്റില്ല. എമീനെയാണ് തിരക്കിൽ നമുക്ക് കൊണ്ടുവരാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഭണ്ണാരത്തിൽ പൈസ ഒക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഏട്ടന്മാരാണ്. അപ്പോൾ ഇവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുകയാണേ ഞാൻ. അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോന് വേണ്ടിയിട്ട് ഇതാ പോസ് ചെയ്യുന്ന ആൾക്കാരാട്ടോ അവർ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വരികയാണേ. അപ്പോൾ റോഡുമ്മലൊക്കെ നിറയെ പൊടിയുണ്ട്. അപ്പോൾ ഇതാ കുട്ടാപ്പിയുടെ വെള്ളമൊക്കെ അടിച്ചിട്ട് പൊടിയൊക്കെ ഒരുവിധം റെഡിയാക്കുന്നുണ്ട്. ഇതെൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അമ്പലത്തിലേക്ക് ഒരു വരവൊക്കെ ഉണ്ടേ. അങ്ങനെ ഞാനിതാ എമീനെ വീട്ടിലാക്കിയതിന് ശേഷം ഇതാ ഇങ്ങോട്ടേക്ക് വന്നതാണേ. അങ്ങനെ ഇതാ അമ്പലത്തിലേക്ക് പോകേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഓരോരുത്തരാളായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകേണ്ട ഓരോരോ തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പിന്നെ ഇതാ ഈ കരടി വേഷം കെട്ടിയത് എൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ഇറങ്ങുവാണേ. ഈ മുത്തുകുട പിടിച്ചിരിക്കുന്നത് ഒന്നിൻ്റെ ഏട്ടൻ്റെ ഭാര്യ, മറ്റേതൊക്കെ എൻ്റെ കസിൻസാണേ. ഇത് ഞങ്ങളെ ബാബുവേട്ടൻ്റെ വക എല്ലാ വർഷം വരവിലുള്ളവർക്കൊക്കെ വെള്ളം കൊടുക്കുവേ. അങ്ങനെ ഇതാ ആദ്യത്തെ വരവ് അമ്പലത്തിലേക്ക് ഇതാ പ്രവേശിക്കുകയാണേ. ഇവരുടെ വരവ് ഫസ്റ്റ് എത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള വരവൊക്കെ അമ്പലത്തിലേക്ക് കയറുന്നത്. അപ്പോഴേക്ക് ഇതാ ഓരോ സ്ഥലത്തു നിന്നുള്ള വരവുകൾ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഇതാ വരവൊക്കെ കുറെ വന്നു തുടങ്ങിയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ക്ഷേത്രമുറ്റവും പരിസരവും ഒക്കെ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുവാണേ. ഇത് ഞങ്ങളെ മലയിലെ വരവാണ്. ഇതാ മലയിലെ വരവോ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് നിൽക്കുവാണേ. എൻ്റെ ഫ്രണ്ട് അർച്ചനേനെയും കണ്ടിട്ടോ അവിടുന്ന്. അപ്പം ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തേ. അങ്ങനെ ഇതാ സേവാഭാരതിന്റെ വക ചായയും പത്തിലും കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് നമ്മളിപ്പോ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കുടിക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിതാ പോയേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതാ ജാനിമോളും കാശിയും എല്ലാരും എത്തിയിട്ടുണ്ടേനെ. ആർപ്പുവിളികളോടെയും ചെണ്ടമേളത്തോടുകൂടിയും ഇളനീർക്കുല വരവ് 3 തവണ കിണറിന് വലം വച്ചതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്ര സന്നിധിയിലെ ഇളനീർ സമർപ്പിക്കുന്നത്. തിരക്കുകളൊക്കെ കുറച്ച് കുറഞ്ഞതിന് ശേഷം ഞാനും വന്നു കേട്ടോ ചായയൊക്കെ കുടിക്കാൻ. അപ്പോഴേക്ക് ഇതാ പാറക്കണ്ടിയിൽ നിന്നുള്ള വരവും വന്നേ. ഇത് ശിവലേട്ടൻ്റെ അമ്മേന്റെ വീട്ടിൽ നിന്നുള്ള വരവാണേ. ഈ കാണുന്നൊക്കെ ശിവലേട്ടൻ്റെ അമ്മേന്റെ ഫാമിലിപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. അമ്മേന്റെ കസിൻസ് ഉണ്ട്, ശിവലേട്ടൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. അമ്മയുണ്ട് കേട്ടോ ഈ വരവില്.
ഒരുപാട് വരവുണ്ട് ട്ടോ. എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലേ, കാരണം ഞാൻ ശിവരാട്ടൻ ഇങ്ങനെ മാറി മാറിയൊക്കെ വന്ന് കണ്ടതാണ് ട്ടോ. ഇപ്പൊ നമ്മൾ കാണുന്നത് കീരിപ്പിലാക്കുൽ അമ്പലത്തിൽ നിന്ന് എരവത്തവണ്ടി അമ്പലത്തിലേക്കുള്ള ഭഗവതിയുടെ എഴുന്നള്ളത്താണ്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മേന്റെ സ്കൂൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. സീനേച്ചി ഫ്രണ്ട് മാത്രല്ലേ, ഞങ്ങള് റിലേറ്റീവ്സും കൂടിയാണേ. സീനേച്ചി ഒറ്റക്കല്ല കേട്ടോ, ഹസ്ബൻഡും മക്കളും എല്ലാരും ഉണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി. പൂക്കാശം വരവില് പിള്ളേർക്കെല്ലാം എടുത്ത് തുള്ളന്റെ ബലൂണതാ വീർപ്പിക്കണ്ട പണിയാക്കാൻ കേട്ടോ കിട്ടിയത്. അപ്പൊ ഞാനും ശിവരാട്ടനും ദാസേട്ടനും ഒക്കെ ചെയ്യാണ്. അപ്പൊ പിള്ളേരും ഉണ്ടായിരുന്നു, പിള്ളേരും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തേ. അങ്ങനെ സീനേച്ചിയും പിള്ളേരെല്ലാം ചായ ഒക്കെ കുടിച്ച് അമ്മ അവരെയും കൂട്ടിയിട്ട് ഇതാ അമ്പലത്തിലേക്ക് പോവാൻ കേട്ടോ. രാത്രി കുറച്ച് സമയം കഴിഞ്ഞാൽ സാൻവിയും അലൈതൊക്കെ പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കാണുന്ന ടീംസ് വന്നേ, അതിനും മോനൂട്ടനും കൊറേ ബലൂൺസ് ഉണ്ടായിന്. അപ്പൊ അച്ഛനും ദാസേട്ടനും ശിവരാട്ടനും ശ്രീമോനും ആപ്പനും എല്ലാരും കൂടെ അത് കൊണ്ടു കൊടുക്കാൻ പോവാണേ.